വിശ്വാസപ്രകാരം ലോകസൃഷ്ടാവാണ് വിശ്വകർമാവ്. വിശ്വം എന്നാൽ ലോകം, കർമാവ് എന്നാൽ സൃഷ്ടാവ്. ഹൈന്ദവരുടെ ആദ്യ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ കാണുവാൻ കഴിയുന്ന നാമമാണ് വിശ്വകർമാവ്. ഇതേ പേരിൽ കൃഷി നാമവും അതിൽ കാണാം. ഈശ്വരന്റെ സൃഷ്ടിക്കാമനയ്ക്ക് വേദം നൽകിയ പേരാണിത്. അതായത് വിശ്വത്തിന്റെ കർത്തൃത്വം ഈശ്വരനിൽ ആരോപിക്കപ്പെടുമ്പോൾ അവൻ വിശ്വകർമാവെന്നു അറിയപ്പെടുന്നു. അതായത് പ്രപഞ്ചശില്പി വിശ്വകർമാവിന്റെ ആദിരൂപമാണ് ആദികൽപ്പത്തിലെ സ്വയംഭൂ പഞ്ചമുഖ ബ്രഹ്മാവ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നവനുമായ ഈ വിശ്വകർമാവ് വികാരങ്ങൾ, ബുദ്ധി, ഇച്ഛാശക്തി, ഭാവന എന്നിവയാൽ പരിപൂർണമാക്കപ്പെട്ടുകൊണ്ട് ജീവികളുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നു എന്നും ഇത് തിരിച്ചറിയുന്നവർ അനശ്വരരാകുന്നു എന്നും ഉപനിഷത്ത് പറയുന്നു. പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉൾപ്പെടെ സമസ്ത ലോകവും നഷ്ടപ്പെടുന്നതിന് ശേഷം വിശ്വത്തിന്റെ സൃഷ്ടി നടത്തുന്ന ആ ദേവൻ അഥവാ വിശ്വകർമാവ് കൽപ്പത്തിന്റെ ആദിയിൽ വീണ്ടും വീണ്ടും നിർമ്മിക്കുകയും വിഭജിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 17 വിശ്വകർമ്മദിനമായി ആചരിക്കുന്നു. ആ ദിവസം വിശ്വകർമ്മ സമുദായത്തിൽ പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കേരള സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.